നമസ്കാരം. വോട്ട് വഴി യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ കല്ലുരാവി എന്നുള്ള സ്ഥലത്താണ് ഉള്ളത്. കല്ലുരാവിയിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം. ആദ്യം ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, ബസാർ ഗൈസ്. ബസാർ ഗൈസിലെ യുവാക്കളുടെ പ്രതികരണങ്ങൾക്ക് പോവാം. എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? ആർക്കാണ് സാധ്യത കൂടുതൽ? 15 വർഷത്തോളം കാസർഗോഡ് ഭരിച്ചു തെരഞ്ഞാണ് 15 വർഷം MP ആയത് കരുണാകരനാണ്. കാസർഗോഡ് എടുത്തു പറയാൻ പറ്റാത്ത വികസനം MP-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട. അതുകൊണ്ട് ഈ വർഷം ഉണ്ണിത്താൻ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ കാസർഗോഡ് LDFന്റെ ഉറച്ച കോട്ടയാണെന്ന് പറഞ്ഞത്. അവിടെ ഈ സതീഷ് ചന്ദ്രൻ്റെ കിട്ടുന്ന ഒരു ലീഡ് എന്ന് പറയുന്നത് പയ്യന്നൂരും കല്യാശ്ശേരിയും ഒക്കെ ഉണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ ഇപ്രാവശ്യം ഉണ്ണിത്താന് പറ്റുമോ? തീർച്ചയായും പറ്റും. അതിന് ഒരു ഇതുമില്ല. ഒന്നാമത് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നോക്കുന്നൊരു ഇലക്ഷനാണ്. അതിലുപരി നമ്മുടെ നാടിൻ്റെ ഗുണം അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ കാസർഗോഡ് പ്രധാനമായും ചർച്ചയിൽ വരുന്നത് ഈ പെരിയ കൊലപാതകമൊക്കെ ചർച്ചയിൽ വരില്ലേ? പെരിയ മാത്രമല്ല, ഷുക്കൂർ വധം, അതുപോലെ തന്നെ ഷുഹൈബ് വധം, ഇതെല്ലാം CPM-ന്റെ അടിത്തറ പറ്റുന്ന ഇതായിട്ട് മാറും. കാരണം വെച്ചാൽ CPM-ന് ഏറ്റവും കൂടുതൽ ക്ഷീണം വരുത്തിയത് പെരിയാലത്തെ 2 കൊലപാതകം മാത്രം. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ 15 വർഷത്തേക്ക് MP എന്ന് പറഞ്ഞതല്ലാതെ പോസ്റ്റിൽ വികസനം എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. CPM ജയിക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സതീഷ് ചന്ദ്രൻ ജയിക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതായത് 15 വർഷക്കാലമായി ഇടത് ജനാധിപത്യ മുന്നണിയുടെ MP ആയി മത്സരിച്ച് വിജയിച്ച കരുണാകരൻ കൊണ്ടുവന്ന വികസനം, ആ വികസനം പ്രായം ഉള്ളവരും പ്രായമില്ലാത്തവർക്കും അറിയാം. അതുപോലെ കാസർഗോഡിൻ്റെ അഭിമാനമായ സെൻട്രൽ യൂണിവേഴ്സിറ്റി പെരിയയിലുണ്ടാകുമ്പോൾ അവിടെ പഠിക്കാൻ വരുന്ന വിദേശ രാജ്യങ്ങളിലുള്ള പല കുട്ടികളുമാണ്. അതുകൊണ്ട് ഇവിടെ സതീഷ് ചന്ദ്രൻ വിജയിക്കുമ്പോൾ തന്നെയാണ് 100% ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഗ്ലാമർ കാൻഡിഡേറ്റ് ആണ്. പുറത്തുനിന്ന് വന്ന് ഭയങ്കര പ്രചാരണമൊക്കെയാണ് നടക്കുന്നത്. ഉണ്ണിത്താൻ കൊണ്ടുപോകില്ലേ? കാസർഗോഡ് പാർലമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AKGയെ പാർലമെൻറ്റിലേക്ക് അയച്ച മണ്ഡലമാണ്. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ ഒരു സംശയമില്ല. KP സതീഷ് ചന്ദ്രൻ തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കും. AKGയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. AKG എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ കരുണാകരൻ എന്ന് പറയുന്ന 15 വർഷം ഭരിച്ചിട്ട് എന്ത് വികസനം, ഒരു റോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികസനം ഈ നാടിന് വേണ്ടി ചെയ്തു. ആര് ജയിക്കുന്നതാണ് ഇപ്രാവശ്യം ഒരു സാധ്യത ആർക്കാണുള്ളത്? കേന്ദ്രത്തിൽ NDA വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ രവീശ തന്ത്രി കുണ്ടാർ ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ രവീശ തന്ത്രി കുണ്ടാർ എന്ന് പറയുന്നത് മഞ്ചേശ്വരം കാസർഗോഡും ഒക്കെ ഓക്കെ, ഒരു കന്നഡ ബെൽറ്റിലും ഒക്കെയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കല്യാശ്ശേരി, പയ്യന്നൂര്, കാഞ്ഞങ്ങാട് ഒക്കെ വരുമ്പോൾ അത്രത്തോളം സ്വാധീനം ഉണ്ടോ? ഈ ശബരിമല വിഷയവും പിന്നെ സ്ത്രീകൾക്ക് സുരക്ഷയൊന്നും ഇല്ലാതെ ആ ഒരു നിലപാടില്ലോണ്ട് പിന്നെ ഈ MP-നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ നാട്ടിലൊന്നും. രവീശ തന്ത്രി കുണ്ടാർക്ക് വലിയ സ്വാധീനമുണ്ട്, വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ചേച്ചി പറയുന്നത്. ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനനുസരിച്ച് ജനങ്ങൾ മാറ്റി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ജയിക്കുമെന്ന് അതേ അഭിപ്രായമാണ് ചേട്ടനും? അല്ല, ഇത് പെർമനൻ്റായിട്ട് 15 കൊല്ലമായിട്ട് സതീഷ് ചന്ദ്രൻ മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. പക്ഷേ ഈ പ്രാവശ്യം ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. NDAക്ക് വളരെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. NDAക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട്. രവീശ തന്ത്രി കുണ്ടാർ ജയിക്കുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൽ ആ വാക്ക് ഉൾക്കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ കോൺഗ്രസ് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ഇല്ലത്. കേരളത്തെ സംബന്ധിച്ച് ഉണ്ണിത്താൻ മാത്രമല്ല ജയിക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ ബസാർ ഗൈസ്, എന്താണ് ഈ കാസർഗോഡ് ഉണ്ണിത്താൻ ജയിക്കുകയാണെങ്കിൽ എത്ര വോട്ടിന്റെ ലീഡ് ഉണ്ടാവും? ജയിക്കുകയാണെങ്കിൽ ഉണ്ണിത്താൻ ജയിക്കുകയാണെങ്കിൽ 50,000-ന് മുകളിൽ ലീഡ് ഉണ്ടാവും. കാസർഗോഡ് ഇതുവരെ CPM ജയിച്ചത് കള്ള വോട്ടിന്റെ ബലത്തിലാണ് CPM ജയിച്ചു പോകുന്നത്. ഇവിടെ നായനാറെ തോൽപ്പിച്ച ചരിത്രം ഇവിടെയുണ്ട്. അപ്പം വീണ്ടും നമ്മൾ സതീഷ് ചന്ദ്രൻ ഇവിടെ എന്തായാലും തോക്കും. ഉണ്ണിത്താൻ കാസർഗോഡിൽ നിന്ന് MP ആയി ഡൽഹിയിലേക്ക് പോകും. അതാണ് യുവാക്കളുടെ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഏതായാലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ ഈ കല്ലുരാവിയിൽ നിന്ന് കേട്ടു. കല്ലുരാവിയിലെ ബസാർ ഗൈസിലെ ചെറുപ്പക്കാരുടെ, മുതിർന്നവരുടെ എല്ലാവരുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ. രവീശ തന്ത്രി കുണ്ടാറിന് ഒരു സപ്പോർട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്. സതീഷ് ചന്ദ്രൻ തീർച്ചയായും ഒരു പാർലമെൻറ്റിലേക്ക് കടന്നു പോകുമെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും വോട്ട് വഴിയിൽ നമ്മൾ യാത്ര തുടരുകയാണ്.